ഹായ് ഫ്രണ്ട്സ്, ഐ എം ദിവ്യ പ്രിൻഡോ. അപ്പം മമ്മിയുടെ ചേച്ചിയൊക്കെ വരുന്നുണ്ട്. അത് പ്രമാണിച്ച് മമ്മിയും ഡാഡിയും കൂടെ വീട്ടിലുള്ള കോഴിയെ തല്ലിക്കൊന്ന് നാടൻ കോഴിക്കറി വെക്കുകയാണ്. അപ്പം അതിൻ്റെ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എന്തായി നോക്കാം. ഞങ്ങളിവിടെ ഒന്നിനും കൂടാതെ ഫോണിലൊക്കെ നോക്കി ഇരിക്കണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്കേ, എന്താണാവോ പരിപാടി? റീൽസ് കാണുവാണോ? അയ്യോ, ആർക്കും വേണേലും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പൊ ഹോട്ടലിലെല്ലാം ഷെഫുമാരെല്ലാം ആണുങ്ങളാട്ടോ. ഓഹോ, ശരി എന്നാ ടാറ്റാ. ഇപ്പത്തെ ഡാഡി കോഴീനെ എല്ലാം തല്ലിക്കൊന്ന് നുറുക്കി പീസാക്കിയിട്ടുണ്ട്. മമ്മി, ഇനി എല്ലാം ചട്ടിയിലേക്ക് ഇട്ടാ മാത്രം മതി. മമ്മിയുടെ ചേച്ചിയൊക്കെ വരുന്ന പ്രമാണിച്ച് മമ്മി തന്നെ കോഴിക്കറി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കറി വെക്കാനുള്ള പരിപാടിയാ അല്ലേ മീ? ഞാൻ വെക്കുന്ന കോഴിക്കറിയിൽ മമ്മിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല. പിന്നെ സാമ്പാർ വെക്കുന്ന പോലെ ഒന്നും ആവില്ല അല്ലേ മീ? എന്തായാലും കോഴിക്കറി പൊളിയായിരിക്കും അല്ലേ? ഇതെന്താ മമ്മി? ഇതെന്താ? കോഴിയുടെ മുട്ട. ഷോ, പാവം കോഴി. തിന്നാൻ നേരത്തെ പാവൊന്നുമില്ല അല്ലേ? അപ്പൊ എന്റെ വകയായിട്ട് ഞാൻ സവോളയും വെളുത്തുള്ളിയും എല്ലാം നല്ല വൃത്തിയായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു മിനി വ്ലോഗിനായിട്ട് ഇറങ്ങിയതാണ് ഞാൻ. അപ്പൊ നമ്മുടെ നാടൻ കോഴിക്കറിക്ക് വേണ്ടിയിട്ട് സവോളയൊക്കെ കുനുകുനാന്നരിഞ്ഞ് നല്ല കറിവേപ്പിലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും എല്ലാം കുനുകുനാന്നരിഞ്ഞ് ചോപ്പറിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിയാക്കിയാൽ മാത്രം മതി. അതേ നല്ല അടിപൊളി മത്തി ഫ്രൈ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണയിൽ മുക്കി പൊരിച്ചെടുത്തതാണ് ഗൈസ്. മമ്മിയുടെ വക കിടിലൻ പയറ് തോരനൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവരൊന്ന് ഇനി വന്നാലും മതി. ഇനി കോഴിക്കറിയും റെഡി ആയാൽ സെറ്റായി. ഇന്നെങ്ങനെ ആവോ? പാവം വീട്ടിൽ പുള്ളിച്ചാടിയുള്ള കോഴിയാ. ഇപ്പഴേ ചട്ടി കിടക്കുന്നു. അതല്ലേ പൊന്മുട്ട ഇടുന്നത് മുറ്റത്തെ കയ്യിൽ നിറയെ കൂട്ടുവാനും പറഞ്ഞുകൊണ്ട്. ഇനി മമ്മിക്ക് അപ്പ ഇടില്ലാത്ത കോഴീനെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പ ഇടില്ലാത്ത കോഴീനെ. അതെ, കോഴി മുട്ട വേണം, എല്ലാം വേണം മമ്മിക്ക്. പക്ഷെ അപ്പ ഇടാൻ പാടില്ല അല്ലേ? കോഴിനൊന്ന് ട്രെയിൻ ചെയ്യിച്ചെടുക്കാം മമ്മി. അതേ വഴിയുള്ളൂ. മുട്ടയും എല്ലാം സെപ്പറേറ്റ് ഇടുന്ന കോഴീനെയാണ് ആവശ്യം. സ്നഗ്ഗി കെട്ടിക്കാൻ കോഴിനെ അല്ലേ? അയ്യോ, ഇതെങ്ങോട്ടാ മമ്മി വെള്ളം കൊണ്ട്? അതുകൊണ്ട് എന്താ ഗുണം? ആണോ? അപ്പൊ കോഴിയുടെ കഴുകിയ വെള്ളം നാരകത്തിന്റെ ചോട്ടി ഒഴിക്കാൻ പോയതാണ് മമ്മി. നാരങ്ങ ഉണ്ടാവോ എന്തോ. മമ്മി, ശരിക്കും ഈ മുട്ട കറിക്കകത്ത് ചേർക്കോ? ഇത് വേവിച്ചെടുത്തിട്ട് സെപ്പറേറ്റ് കഴിക്കോ? നല്ല ടേസ്റ്റാ. ആണോ? അതാണോ മമ്മിയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം? Oh man, come on. ഏത് ചട്ടി അമ്മ എടുക്കണ്ടേ? ഇത് പിടിച്ച്. അപ്പൊ ഇവിടുത്തെ ചട്ടി എല്ലാം എടുക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പൊ എനിക്ക് തുറക്കുമായിരിക്കും എളുപ്പം. അപ്പൊ എന്നെ കൊണ്ട് ഈ ചട്ടി എല്ലാം മമ്മി എടുപ്പിക്കും കേട്ടോ. അത് ആ മൂടയുള്ളത് എടുത്തോ. മറ്റേത് നല്ല ചാടല്ലേ എന്റെ പൊന്നെ. അല്ല, എന്നെ കൊണ്ട് മമ്മി എല്ലാ ചട്ടി അടുപ്പിക്കുന്നേ. ആകത്തെ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ടുള്ള ഒരു ഗുണം അതാണ്. അതെ, വീട്ടിലെ തോട്ടി. എന്താ ഒരു പണിയില്ല, വിലസി നടക്കും അല്ലേ? ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ് കൂടുമ്പോ അടുക്കളയിൽ വരുമല്ലോ. അതെന്താ? എണീറ്റപ്പോ തന്നെ 10 മണിയായി. എന്റെ 1 മണിയാകുമ്പോ ചോറിനോ? ഈ ക്യാമറ അതിന്റെ അകത്തേക്ക് മിക്സിന്റെ അകത്തേക്ക് മൊത്തം പൊടിയായിട്ടിരിക്കണേ. ആണോ? പൊടിയാണോ? ലെൻസ് മൊത്തം പൊടിയാണല്ലോ. അതെ അല്ലേ?
പലപ്പോഴൊക്കെ എന്റെ ക്യാമറയുടെ തുടച്ചു വെച്ചൂടെ? അതെ അപ്പൊ ശരിയാണ്. പോണോ? ഞാൻ പോവാം. കൈക്കറി നോക്കി നിൽക്കുന്നില്ലേ? എടുക്കുവാണോ ചോറ്? അത്യാവശ്യമായിട്ട് എമർജൻസി ആയിട്ട് സ്ഥലം വരെ പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ആണോ? എങ്ങനെയുണ്ട് മീൻ വറുത്തൊക്കെ? പയറുകറി കഴിക്കട്ടെ, നീ സമാധാനം. കൊള്ളാം, അടിപൊളി. ആണോ? ആണോ? എന്നോർത്തോ? മമ്മി ഇതുണ്ടാക്കിയെന്ന്. ഞാനാ വറുത്തത്. ഇഞ്ചി മുളകും അല്ല മാറ്റർ, ആരാണോ ഉണ്ടാക്കിയെന്നുള്ളതാണ്. മമ്മി ക്രെഡിറ്റ് തട്ടിയെടുക്കരുത് കേട്ടോ. ഇതാണിത്, ഇത് ഫുള്ള് കഴുക്കാണല്ലോ. എത്ര പ്രാവശ്യം കഴി? 3 പ്രാവശ്യം നാരകത്തിലോട്ട് ഒഴിച്ചോ? എന്നിട്ടാ നാരകം ഉണ്ടാകാത്ത? 3 പ്രാവശ്യം ഒന്നും ഒഴിച്ചില്ല, 2 പ്രാവശ്യം ഒഴിച്ചുള്ളൂ. അതെ, പ്രാവശ്യം അങ്ങനെ കാര്യമായിട്ട് ഇല്ലായിരുന്നല്ലോ. ഇത് മമ്മിക്ക് മാത്രമുള്ള ഫുഡാണോ? ഈ മുട്ട മാത്രം മമ്മി കഴിക്കത്തുള്ളൂ അല്ലേ മമ്മി? മുട്ട ഇട്ടുകൊണ്ടിരുന്ന കോഴിപ്പട. എന്നാലും മമ്മി എന്നാ സാധനം മമ്മി? കോഴി അപ്പിയിടുന്ന് പറഞ്ഞാലേ തട്ടിക്കളഞ്ഞല്ലോ. എനിക്ക് വിഷമമൊക്കെ ഉണ്ട് എന്റെ കോഴിപ്പടയെ തന്നതിന്. എന്താ ഉദ്ദേശിച്ച അത്ര ഇറച്ചി കിട്ടാത്തോണ്ടാണോ? കോഴി മെലിഞ്ഞിരിക്കുന്നത് 2 കോഴി അങ്ങ് തട്ടിയല്ലേ? മകൾക്കൊക്കെ തിന്നണ്ടേ? തിന്നണം. അത് കാരണം 2 എണ്ണത്തിനെ അങ്ങോട്ട് തട്ടി. അതെല്ലേ? ഇങ്ങനെ ഈ കോഴിക്കറി വെക്കാൻ പോണേ? ഞാനുണ്ടല്ലോ ഈ അരപ്പൊക്കെ മൂപ്പിച്ചെടുക്കും. ആദ്യമേ മമ്മിയുടെ ഓർഗനൈസർ ഒന്ന് കാണിച്ചു തരാം. എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കശ്മീരി, പിന്നെ ജീരകം, മല്ലി, കടുക്. ഇതിനകത്ത് ഒരു സാധനം കൂടി ഇടാം അല്ലേ? ഭയങ്കര സൗകര്യം കേട്ടോ ആ ഒരു പാത്രം അല്ലേ? എല്ലാ അടുക്കളയിലും വേണ്ട ഒന്നാ അല്ലേ? ഇതെല്ലാം മമ്മി മൂപ്പിക്കും അല്ലേ? മുളക് കുറച്ച് അവരുടെ എരിവ് കുറവേ കൂട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടി വെച്ചാൽ കാശ്മീരി കൂടെ ഇടാം. പൊടി ഇച്ചിരി കൂടി വേണം. ഈ പൊടികളെല്ലാം മൂപ്പിച്ച് സവോള എല്ലാം വഴറ്റി ചിക്കൻ ഇടും. ഞാൻ സവോള വഴറ്റാറില്ല, ചുമ്മാ ഇടുവല്ലോ? ചുമ്മാ ഇടും. അപ്പൊ കറി നന്നാവോ? പിന്നെ ഇതിനകത്ത് നല്ല നെയ്യുണ്ട്. അപ്പൊ അവസാനം കടുക്. ഇതെന്തൊക്കെയാ? സാധാ മുളക് പൊടി, മഞ്ഞള്, കാശ്മീരി. ഇത് സാധാ മുളക് പൊടി, മല്ലിപ്പൊടി ഇച്ചിരി ഇടും, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം മൂപ്പിക്കും. അത്രേ ഉള്ളൂ. എണ്ണയ്ക്കകത്തൊന്നും അല്ല, ചുമ്മാ മൂപ്പിക്കും. അതെ അല്ലേ? എന്നിട്ട് അവസാനം കടുക് കൂട്ടിക്കുള്ളൂ. നാടൻ കോഴിക്കറിയാണോ അതോ ബ്രോയിലർ ചിക്കൻ ആണോ ഇഷ്ടം? എനിക്ക് നാടൻ കോഴിയാ ഇഷ്ടം. ആണോ? പക്ഷെ ചിലർക്ക് ഇഷ്ടമില്ല അല്ലേ? ചിലർക്ക് ഇഷ്ടമില്ല. മമ്മി ചേർക്കണേ ഇത് ഗരം മസാല. ഗരം മസാല ഇതെല്ലാം മമ്മി സ്വന്തമായിട്ട് പൊടിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളല്ലേ? ഇത് ഇച്ചിരി പെരിഞ്ജീരകം പൊടിച്ചതാ. ചേർപ്പാണ് നല്ലതാട്ടോ. അപ്പൊ ഇതെല്ലാം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കും അല്ലേ? മൂപ്പിച്ചെടുക്കും. ദെൻ സവോളയും കോഴിയെല്ലാം ആഡ് ചെയ്ത അവസാനം ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കും അല്ലേ? അത്രേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ. അപ്പൊ മമ്മിയുടെ ചിക്കൻ കറി ആയിട്ട് എല്ലാരെയും കാണിച്ചു തരുന്നതായിരിക്കും. ഉള്ളു വെച്ചെല്ലാം നന്നായിട്ട് വേവുന്നുണ്ട്. മമ്മി നല്ല അടിപൊളി മണമൊക്കെ വന്നല്ലോ. സൂപ്പർ മണം. ഈ പിള്ളേരൊക്കെ ഉള്ളിടത്തേ മുട്ട ആദ്യം കൊടുക്കാം. പിള്ളേർക്ക് ഇറച്ചി വെന്ത് വരാൻ താമസമല്ലേ? അപ്പൊ പിള്ളേർക്ക് പെട്ടെന്ന് വേണമെന്നുള്ളതല്ലേ? അപ്പൊ ആദ്യമേ ഈ മുട്ട അവർക്ക് കൊടുക്കാൻ പറ്റും. അതല്ലേ ഒരു സമാശ്വാസം അല്ലേ? ഒരു സമാശ്വാസം. ശരിക്കും മുട്ട അടിപൊളിയാണോ തിന്നാൻ? എനിക്ക് എന്തോ തിന്നാൻ ഒരു മമ്മിക്ക് ഇഷ്ടമാ? ഇഷ്ടമില്ല, ഒരു ഇടക്കാലാശ്വാസം. അതെ അല്ലേ? ഹൈ പ്രോട്ടീൻ ആയിരിക്കും അല്ലേ? വിറ്റാമിൻ ഏത് ടീച്ചർ വരെ ഉണ്ടോ മമ്മി? അവരുടെ അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ടേസ്റ്റ് ആണോ? മുട്ടയുടെ ഉണ്ണിയൊക്കെ. ഇതാണ് മമ്മിയുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. ഞാൻ കുറെ നാളായിട്ട് മമ്മിയുടെ പുറകെ നടക്കുമായിരുന്നു, അതിന് ചോദിച്ചു. പരിപാടി ഇതുണ്ടല്ലോ കല്ലുപ്പ് കലക്കി എടുക്കുക, അതാണ് നല്ലതെന്ന് പറയണേ. ആണോ? മറ്റേ പൊടിയപ്പം മേടിക്കുന്നതിനെക്കാട്ടും ഹെൽത്തി ഇതാണല്ലേ? ഹെൽത്തി ഇതാണ്. കൊള്ളാലോ. അങ്ങനെ മമ്മിയുടെ ആരോഗ്യത്തിന് ടിപ്സ് എല്ലാം പോരട്ടെ. ഇപ്പൊ മമ്മിയുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. വെന്തോ മമ്മി? ഇച്ചിരി വേകാനുണ്ട്, ഇച്ചിരി കഴിയട്ടെന്ന് ഓർത്തണ്ട. ആണോ? വേണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെ അല്ലേ? എനിക്ക് ഈ ചിക്കൻ്റെ ഉണ്ടല്ലോ ഈ സ്കിൻ ഭയങ്കര ഇഷ്ടമാണ്.
ആ എനിക്കും ഇതല്ലേ എനിക്കിഷ്ടം കേട്ടോ. ഇത് ഈ സ്കിൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. നാടൻ കോഴി തൊലിയോട് കൂടി വേവിക്കണം പപ്പ മുറിച്ചിട്ട്. അതെ അതാ ടേസ്റ്റ്. പക്ഷെ ചില നാടൻ കോഴി ജിമ്മിൽ പോകണ്ടോന്നൊരു സംശയമുണ്ട്. ഭയങ്കര കട്ടിയാ ഇറച്ചിക്ക്. അത് ചില ഇനത്തിന്റെ ആയിരിക്കും. ഓ മമ്മിയുടെ ചിക്കൻ കറി കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ടല്ലോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയോ, നല്ലതാണോന്ന് നോക്കിയേ. സൂപ്പർ. ആ ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട്. അതെയോ? ഇനി ഇല്ലാത്ത തേങ്ങാപ്പാലോട് ആഡ് ചെയ്യല്ലേ വേണേ? തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. തേങ്ങാപ്പാൽ ആഡ് ചെയ്യാണ്ട് തന്നെ സൂപ്പറാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കടുകും കൂടെ പൊട്ടിക്കുമ്പോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയാണ്. ബൈ ബൈ. ബൈ ബൈ. ബൈ.